നമസ്കാരം. രാഹുൽ ഗാന്ധി രാവിലെ പൊട്ടിക്കുമെന്ന് പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു. പക്ഷെ പതിവ് ശൈലി തെറ്റിക്കാതെ അതും ഓലപ്പടക്കമായി മാറുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതും ഇന്ത്യ മുഴുവൻ BJP ഭരണത്തിന്റെ കീഴിൽ വന്നതും തിരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വാദിച്ചും തെളിവ് നിരത്തിയും കുറേയായി സ്ഥാപിക്കാൻ പാടുപെടുകയാണ് രാഹുൽ ഗാന്ധി. പലതവണ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നെങ്കിലും അതൊക്കെ നിഷ്പ്രയാസം തകർത്തു തരിപ്പണമാക്കി കയ്യിൽ കൊടുക്കാൻ BJP സർക്കാരിന് കഴിഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം തങ്ങളുടെ കുത്തകയായി ഗാന്ധി കുടുംബം കൈയടക്കി വെച്ചിരുന്ന ഇന്ത്യയുടെ ഭരണത്തിന്റെ താക്കോൽ കൂട്ടം കൈവിട്ടു പോയെങ്കിലും നിഷ്പ്രയാസം തിരിച്ചുപിടിക്കുമെന്ന് കരുതിയെങ്കിലും മോദി ഭരണത്തിൽ തൃപ്തരായ ജനങ്ങൾ മോദിക്ക് സമ്മാനിച്ചത് തുടർ ഭരണത്തിന്റെ വിശ്വാസവും ഒപ്പം കോൺഗ്രസിനെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും അടിച്ചു പുറത്താക്കി കോൺഗ്രസ് രഹിതമാക്കി മാറ്റിയ ഒരു ഇന്ത്യയെയും കൂടിയായിരുന്നു. മോദിയുടെ പ്രതിച്ഛായയ്ക്ക് എപ്പോഴൊക്കെ കോൺഗ്രസ് മങ്ങലേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ അതൊക്കെ തകർക്കാൻ BJP സർക്കാരിന് കഴിഞ്ഞതിന്റെ പ്രധാന കാരണം ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ഒരു രാജ്യത്ത് കൊണ്ടുവരാനും തീരുമാനങ്ങളിൽ ഉറച്ചുനിന്ന് നടപ്പിലാക്കാനും കാലങ്ങളോളം ഭരിച്ചിട്ടും കോൺഗ്രസിന് സ്വപ്നം മാത്രമായി അവശേഷിച്ചിരുന്ന പല പദ്ധതികളും ഇന്ത്യയിൽ നടപ്പാക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞതുമൊക്കെ കൊണ്ട് മാത്രമാണ്. ഇന്ന് രാവിലെ 10 മണിയോടെ ഒരു ഹൈഡ്രജൻ ബോംബ് രാഹുൽ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ വാർത്താ സമ്മേളനവുമായാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത്. താൻ പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് അല്ല ഇതെന്ന് പറഞ്ഞായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് ചില വിഭാഗങ്ങളുടെ പേര് വെട്ടിമാറ്റുന്നതിനായി ദശലക്ഷക്കണക്കിന് ആളുകളെ വ്യവസ്ഥാപിതമായി ലക്ഷ്യം വെക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വോട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നും രാഹുൽ പറഞ്ഞു. ചില വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നു എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ തെളിവുകളുണ്ട് എന്നും പറഞ്ഞ രാഹുൽ 100% ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് പറയുന്നതെന്നും കർണാടകയിൽ നിന്നുള്ള കൂടുതൽ തെളിവുകൾ ലഭിച്ചു എന്നും കൂട്ടിച്ചേർത്തു. അലന്ത് മണ്ഡലത്തിൽ 6018 വോട്ടുകൾ വെട്ടാൻ ശ്രമിച്ചു എന്നും രാഹുൽ പറഞ്ഞു. രാജ്യത്തിനെതിരായി താൻ ഒന്നും പറയുന്നില്ല എന്നും തെളിവുകളാണ് മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ട് കൊള്ളയ്ക്ക് 101% തെളിവുണ്ടെന്നും വോട്ട് കൊള്ള നടത്തുന്നവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നുവെന്നും BLOയുടെ ബന്ധുവിന്റെ വോട്ട് വെട്ടിയെന്നും കോൺഗ്രസ് പാർട്ടി ജയിക്കുന്ന ബൂത്തുകളെ ലക്ഷ്യം വെക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലത്തിലെ വോട്ട് വെട്ടാൻ ശ്രമിച്ചു. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരെ ആസൂത്രിതമായി വെട്ടി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനായി ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചു. ആരുടെ നമ്പറുകളാണിത് എന്ന് രാഹുൽ ചോദ്യമെറിഞ്ഞു. നീക്കിയ വോട്ടർമാരെ വാർത്താ സമ്മേളനത്തിൽ എത്തിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം. തന്റെ പേരിൽ 12 പേരുടെ വോട്ടുകൾ വെട്ടിയെന്നും തന്റെ നമ്പർ ദുരുപയോഗം ചെയ്തുവെന്നും വോട്ടർ വെളിപ്പെടുത്തി. എങ്ങനെയും അധികാരം തിരിച്ചുപിടിക്കുമെന്നുള്ളത് ഇനി സ്വപ്നം മാത്രമാണ് എന്ന് കോൺഗ്രസിന് ഏറെക്കുറെ ബോധ്യം വന്ന സ്ഥിതിക്ക് കുറ്റവും കുറവും കണ്ടെത്തി രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുക എങ്കിലും ചെയ്ത് മനസ്സിന് സമാധാനം നേടാമെന്നുള്ള ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണോ ഇത്തരം പുതിയ ഹൈഡ്രജൻ ബോംബുകൾ എന്നറിയില്ല. പക്ഷെ ഇതും ഹൈഡ്രജൻ ബോംബൊക്കെ ഓലപ്പടക്കമാവുന്ന ആ പതിവ് ശൈലി തന്നെ ആയിപ്പോകാതിരുന്നാൽ കൊള്ളാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച